തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മതവർഗീയ ശക്തികളുമായി കൈകോർത്തു CPM. പെരുവയൽ പഞ്ചായത്തിൽ CPM നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിൽ വർഗീയ സംഘടനയായ SDPI നേതാവായിരുന്നു മുഖ്യപ്രഭാഷകൻ. ഭരണം പിടിക്കാൻ ഏത് വർഗീയ കക്ഷികളെയും കൂട്ടുപിടിക്കുന്ന നിലയിലേക്ക് CPM അധപ്പതിച്ചിരിക്കുന്നതിന്റെ തെളിവാണ് പെരുവയലിലെ വികസന സദസ്സ് എന്നാണ് ഉയരുന്ന ആക്ഷേപം. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നിന്ന് വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുന്ന ഒരു തരത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണല്ലോ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പുറത്തേക്ക് വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഈ മതവർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കാൻ, അവരുമായി കൈകോർക്കാൻ CPM മുന്നിട്ടിറങ്ങുന്നത് എന്നതാണ്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത് പരസ്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പരസ്യമായി അത് പൊതുവേദികളിലടക്കം ഉണ്ടാവുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ സർക്കാരിന്റെ വികസന സദസ്സ്, സർക്കാർ നേരിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ വികസന സദസ്സ് പെരുവയൽ വെച്ച് സംഘടിപ്പിച്ച വികസന സദസ്സിലാണ് മതതീവ്ര സംഘടനയായിട്ടുള്ള SDPI നേതാവ് പങ്കെടുത്തത്. മാത്രമല്ല, വേദിയിൽ മാത്രമല്ല, വേദിക്ക് പുറത്തും SDPI പ്രവർത്തകർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ SDPIക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള അഹമ്മദ് കുട്ടിയാണ് ഈ വേദിയിൽ സംസാരിച്ചത്, സർക്കാരിനെ പ്രകീർത്തിച്ച് സംസാരിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെരുവയലുള്ള BJP പ്രവർത്തകർക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കൊക്കെ തന്നെ വലിയ വിയോജിപ്പ് ഉണ്ട്. അവർ ഈ പരിപാടി ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ പെരുവയലിലെ പല പഞ്ചായത്തുകളിലും CPM SDPI കൂട്ടുകെട്ടുണ്ട്. അത് പരസ്യമായി പുറത്തേക്ക് വരുന്നതിന്റെ തെളിവാണ് ഈ വികസന സദസ്സിൽ SDPI നേതാവ് പങ്കെടുത്തത് എന്നാണ് ഈ കോൺഗ്രസും BJPയും ഉയർത്തുന്ന ആക്ഷേപം. മാത്രമല്ല, ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള അതിതീവ്ര വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടുന്ന നിലപാട് CPM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അതിവിടെയും ആവർത്തിക്കുകയാണ്. പക്ഷേ പരസ്യമായി CPM നേതാക്കൾ ഈ രണ്ട് വിഭാഗത്തെയും, SDPI ജമാഅത്തെ ഇസ്ലാമിയും തള്ളിപ്പറയും. പക്ഷെ രഹസ്യമായി ഇവരുമായി ഒക്കെ ചങ്ങായിമാരാണ് എന്നാണ് പറയാതിരിക്കാൻ കഴിയില്ല. ദേവിക, ശരി അനഘ.